ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇൻ ദ സീരീസ്. എല്ലാവർക്കും പത്രവായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഈ സീരീസിലെ 29ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ വാർത്തയിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ വേർഡ്സുകൾ പഠിക്കാം. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ന്യൂസാണ്. നമുക്ക് ഈ വാർത്ത ഒന്ന് നോക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് കുറേ വാക്കുകൾ പഠിക്കാൻ സാധിക്കും. കുറേ വാക്കുകളും ചില പ്രധാനപ്പെട്ട ഫ്രേസുകളും. തുടരെയാണ്. JKP ഇൻസ്പെക്ടർ സക്കംസ് ടു ഇഞ്ചുറീസ് അറ്റ് എയിംസ്. ഇതാണ് വാർത്ത. JKP എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ പോലീസിനെയാണ് JKP എന്ന് ചുരുക്കി പറയുന്നത്. ഇൻസ്പെക്ടർ, അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഇൻസ്പെക്ടർ സക്കംസ് ടു ഇഞ്ചുറീസ്. സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് അർത്ഥം. ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയിട്ട് ആ പരിക്കിനെ തുടർന്ന് ഒരു മരണം നടക്കുകയാണ് എങ്കിൽ നമ്മൾ പറയും സക്കംസ് ടു ഇഞ്ചുറീസ്. അപ്പോൾ പരിക്കിനെ തുടർന്നുള്ള മരണം, ഓക്കെ, മരണം സംഭവിക്കുന്നതിനെയാണ് സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ പരിക്കുകൾക്ക് കീഴ്പ്പെട്ടു എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മരണത്തിന് കീഴ്പ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പരിക്കുകളുണ്ടായിട്ട് മരണത്തിന് കീഴ്പ്പെട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സക്കംസ് ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ്. അപ്പോൾ ജമ്മു കാശ്മീർ പോലീസിലെ ഒരു ഇൻസ്പെക്ടർ മരണത്തിന് കീഴടങ്ങി. എവിടെ വെച്ചിട്ടാണ്? എയിംസിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വാർത്തയെ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ജമ്മുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. പയനീർ ന്യൂസ് സർവീസിൻ്റെ വാർത്തയാണ്. നമുക്കിത് വായിച്ചു നോക്കാം. ഇൻസ്പെക്ടർ മസ്രൂർ അഹമ്മദ്. അപ്പോൾ മസ്രൂർ അഹമ്മദ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, എ കറേജിയസ് ഓഫീസർ, ഭയങ്കര ധീരനായിട്ടുള്ള, ധൈര്യശാലിയായ, ധീരനായ. അപ്പോൾ കറേജിയസ് എന്ന് പറഞ്ഞാൽ ധീരനായ. ഓക്കെ, ധീരനായ അർത്ഥം നമുക്ക് അവസാനം ഒരുമിച്ച് നോക്കാം. എങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്നും ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ കറേജിയസ് ഓഫീസർ, ധീരനായ ഓഫീസർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്. ജമ്മു കാശ്മീർ പോലീസിലെ ധീരനായിട്ടുള്ള ഒരു ഓഫീസർ. ടാർഗറ്റഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചു. ബൈ അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത. ഇവിടെ അത് അജ്ഞാതനായ, അൺഐഡൻറ്റിഫൈഡ് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരവാദി. അറ്റ് ദ എഡിഗർ ഗ്രൗണ്ട് ഇൻ ഡൗൺ ടൗൺ ശ്രീനഗർ ഓൺ October 29 while he was playing a game of cricket. അതായത് ഒക്ടോബർ 29 അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നഗരമധ്യം. ഓക്കെ, അപ്പോൾ അദ്ദേഹം നഗരമധ്യത്തിൽ, നഗരത്തിൻ്റെ മധ്യഭാഗത്ത് തിരക്കുള്ള ഏതോ ഒരു ഭാഗം, ഒരു വലിയ ഒരു സിറ്റിയുടെ കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മധ്യഭാഗത്തെയാണ് നമ്മൾ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരു ടെററിസ്റ്റ്, എങ്ങനെയുള്ള ടെററിസ്റ്റ്? അൺഐഡൻറ്റിഫൈഡ് ടെററിസ്റ്റ്, അജ്ഞാതനായിട്ടുള്ള ഒരു ടെററിസ്റ്റ്. ഓക്കെ, അജ്ഞാതൻ, ഭീകരനായ ഒരു ടെററിസ്റ്റ്, അജ്ഞാതനായ ഒരു ഭീകരവാദി. അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതിനെയാണ് ടാർഗറ്റഡ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചു. ടാർഗറ്റ്, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചു. ദാറ്റ് മീൻസ് ഹി അറ്റാക്ട് ഹിം. ഓക്കെ, ടാർഗറ്റഡ്. അങ്ങനെ ആക്രമിച്ചിട്ട് എന്താ സംഭവിച്ചത്? തേഴ്സ്ഡേ. എപ്പോഴാണ് സംഭവിച്ചത്? ഒരു തേഴ്സ്ഡേ ആണ്, ഒരു വ്യാഴാഴ്ചയാണ്. സക്കംഡ് ടു ഹിസ് ഫേറ്റൽ ഇഞ്ചുറീസ്. അദ്ദേഹത്തിന് മാരകമായ, ഫേറ്റൽ മീൻസ് മാരകമായ, എന്താണ്? മാരകമായ. ഓക്കെ, ഫേറ്റൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം സക്കംഡ് ടു ഹിസ് ഫേറ്റൽ ഇഞ്ചുറീസ്. എന്താണ് സക്കംഡ് ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ? മരിച്ചുപോയി. പരിക്കിനെ തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എങ്ങനെയുള്ള പരിക്കുകളെ തുടർന്ന്? മാരകമായ പരിക്കുകളെ തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അറ്റ് ദ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്, ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ, എയിംസിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ഹി വാസ് എയർലിഫ്റ്റഡ് ടു എയിംസ് ഓൺ വെനസ്ഡേ. അദ്ദേഹം ബുധനാഴ്ചയാണ് എയിംസിലേക്ക് എയർലിഫ്റ്റ് ചെയ്തത്. അതായത് വിമാനത്തിൽ
കൊണ്ടുപോകുക, ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്തി വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനെയാണ് വിമാനമാർഗം കൊണ്ടുപോവുക എന്ന അർത്ഥത്തിലാണ് എയർലിഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിമാനമാർഗം അദ്ദേഹത്തെ എയിംസിലേക്ക് കൊണ്ടുപോയി, വിമാനമാർഗം കൊണ്ടുപോവുക. എയർലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനമാർഗം കൊണ്ടുപോവുക. ഓക്കെ, കൊണ്ടുപോവുക. യെസ്. എപ്പോൾ വെനസ്ഡേ, ബുധനാഴ്ച. ആൻഡ് വാസ് ഓൺ ലൈഫ് സപ്പോർട്ട്. അദ്ദേഹം ലൈഫ് സപ്പോർട്ടിലായിരുന്നു. നമ്മൾ ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി കെയർ യൂണിറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ദ പോലീസ് ഓഫീസർ വാസ് അണ്ടർ ഗോയിങ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഷെറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഷെറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് സൗര എന്ന് പറയുന്ന സൗരയിലെ മെഡിക്കൽ കോളേജായിട്ടുള്ള ഈ പറയുന്ന ഷെറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്നത്. ഹീ സർവൈവ്ഡ് ബൈ ഹിസ് പ്രഗ്നൻറ്റ് വൈഫ്, ഫാദർ ആൻഡ് ബ്രദർ. ശ്രദ്ധിക്കണേ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് ഹീ സർവൈവ്ഡ്. മരിച്ച ആളെക്കുറിച്ച് പറയുമ്പോൾ, മരിച്ച ആളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സർവൈവ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബത്തിൽ ഈ മരിച്ച ആളെ കൂടാതെ ഇത്ര ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയാനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഹീ സർവൈവ്ഡ് ബൈ ഹിസ് പ്രഗ്നൻറ്റ്, അദ്ദേഹത്തിന് ഒരു പ്രഗ്നൻ്റായ ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, ആൻഡ് ബ്രദർ, സഹോദരനുണ്ട്. അപ്പോൾ സഹോദരനും അച്ഛനും കൂടാതെ ഒരു പ്രഗ്നൻ്റായ വൈഫ് കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് സർവൈവ്ഡ് ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും മരിച്ചുപോയ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഹീ വാസ് അല്ലെങ്കിൽ ഹീ സർവൈവ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബന്ധുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ജമ്മു ആൻഡ് കാശ്മീർ ആർ സ്വെയിൻ ഹാസ് കണ്ടോൾഡ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ പോലീസ് ഡയറക്ടർ ജനറൽ DGP ആയിട്ടുള്ള ആർ സ്വെയിൻ ഹാസ് കണ്ടോൾഡ്. അദ്ദേഹം അനുശോചനം അറിയിച്ചു. അപ്പോൾ കണ്ടോൾ എന്ന് പറഞ്ഞാൽ അനുശോചിക്കുക. ഓക്കെ, ദ ഹീറോയിക് ലോസ് ഓഫ് ദ ഇൻസ്പെക്ടർ മൻസൂറിൻ്റെ ധീരോദാത്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ നഷ്ടത്തിൽ അദ്ദേഹം കൺട്രോൾ ചെയ്തു, അനുശോചനം അറിയിച്ചു. ഓക്കെ, ആരുടെ? മസ്റൂർ അഹമ്മദിൻ്റെ. ഇൻ ഹിസ് മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ പറയും, DGPയുടെ മെസ്സേജിൽ അദ്ദേഹം പറയുകയാണ്, DGP പറഞ്ഞു, ആസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഞാൻ DGP എന്ന നിലയ്ക്ക് ഇറ്റ് ഈസ് വിത്ത് പ്രൊഫൗണ്ട്, ഇദ്ദേഹമാണ് മരിച്ചത്, ഇറ്റ് ഈസ് വിത്ത് പ്രൊഫൗണ്ട് സോറോ എന്ന് പറഞ്ഞാൽ അഗാധമായ ദുഃഖത്തോട് കൂടിയിട്ട് അദ്ദേഹം അറിയിക്കുകയാണ്, ദാറ്റ് ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. അതായത് കണ്ടോളൻസസ് എന്ന് പറഞ്ഞാൽ അനുശോചനമാണ്, അനുശോചനം രേഖപ്പെടുത്തുക എന്നതിനാണ് അർത്ഥത്തിലാണ് എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് കണ്ടോളൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോളൻസസ് എന്ന് പറഞ്ഞാൽ അനുശോചനം രേഖപ്പെടുത്തുക. എങ്ങനെയുള്ള അനുശോചനം? ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് ആണ്, അതായത് വളരെ ഹൃദയംഗമമായിട്ടുള്ള അനുശോചനമാണ് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്, അറിയിക്കുന്നത്. ഓൺ ദ ട്രാജിക് ലോസ്, ഈ ദുരന്ത പൂർണ്ണമായിട്ടുള്ള നഷ്ടത്തിൽ, ആരുടെ? ഓഫ് പോലീസ് ഇൻസ്പെക്ടർ മസ്റൂർ അഹമ്മദ് വാനി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്, മസ്റൂർ അഹമ്മദ് വാനി. ദ കറേജിയസ്, അതായത് ധീരനായിട്ടുള്ള ഓഫീസർ വാലിയൻലി സെർവ്ഡ്. വാലിയൻലി എന്ന് പറഞ്ഞാലും ധീരതയോട് കൂടിയിട്ട്. സെർവ്ഡ് എമിഡിസ്റ്റ് ദ ലൂമിങ് ത്രെട്ട് ഓഫ് ടെററിസം. ഈ ലൂമിങ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ഭീതി. ഓക്കെ, വർദ്ധിച്ചു വരുന്ന ഭീതി. എന്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഭീതി? ടെററിസത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഭീതിക്കിടയിലും DGP സെഡ്, DGP പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഭീതിക്കിടയിലും അദ്ദേഹം ഇത് ഓഫീസർ വാലിയൻലി സെർവ്ഡ്, ധീരമായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. ദ കവാർഡ്ലി അറ്റാക്ക്, ഈ ഭീരുത്വപരമായിട്ടുള്ള, കവാർഡ്ലി മീൻസ് ഭീരുത്വപരമായ, ഓക്കെ, ഭീരുത്വപരമായ, ഓക്കെ, അറ്റാക്ക്, ആക്രമണം ഓൺ എ പോലീസ്മാൻ, ഒരു പോലീസുകാരൻ്റെ മേലുള്ളത്. എൻജോയിങ് എ മൊമെൻറ്റ് ഓഫ് ലെഷർ, എപ്പോൾ ആ പോലീസുകാരൻ ഒരു അദ്ദേഹത്തിൻ്റെ ലെഷർ ടൈമിൽ, ഒക്കെ മൊമെൻ്റ് ഓഫ് ലെഷർ, അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയം അദ്ദേഹം എൻജോയ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിട്ടുള്ള ഈ കൊവാർഡ്ലി അറ്റാക്ക്, ഭീരുത്വപരമായിട്ടുള്ള അക്രമം, ഇസ് എ സ്റ്റാർക്ക് റിമൈൻഡർ. വാട്ട് ഈസ് സ്റ്റാർക്ക് റിമൈൻഡർ?
സ്റ്റാർക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. എപ്പോഴും പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു വേർഡാണിത്. സ്റ്റാർക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, സ്റ്റാർക്ക് റിമൈൻഡർ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ. വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, എന്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്? സ്റ്റാർക്ക് റിമൈൻഡർ ഓഫ് ദ വിഷ്യസ് മൈൻഡ് സെറ്റ്. ഓക്കെ, വിഷ്യസ് മൈൻഡ് സെറ്റിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, എന്താണ് വിഷ്യസ് മൈൻഡ് സെറ്റ്? വാട്ട് ഈസ് വിഷ്യസ് മൈൻഡ് സെറ്റ്? ദുഷിച്ച മാനസികാവസ്ഥയുടെ, വിഷ്യസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച, അപ്പോൾ ദുഷിച്ച മാനസികാവസ്ഥയുടെ. ഓക്കെ, ദുഷിച്ച മാനസികാവസ്ഥ. ഓക്കെ, ദാറ്റ് ഈസ് വിഷ്യസ് മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പോൾ വിഷ്യസ് മൈൻഡ് സെറ്റിൻ്റെ ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് പെർപ്പച്വേറ്റഡ് ബൈ. ഇവിടെ ഒരു വേർഡുണ്ട്, പെർപ്പച്വേറ്റഡ്. പെർപ്പച്വേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കും, ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പെർപ്പച്വേറ്റഡ്, തുടർന്നുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന. ബൈ ടെററിസ്റ്റ് നെറ്റ്വർക്ക്സ് ഓപ്പറേറ്റിംഗ് അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, പാകിസ്ഥാൻ്റെ ഭീകരവാദ നെറ്റ്വർക്കിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, വിഷ്യസ് മൈൻഡ്സ്, ദുഷിച്ച മാനസികാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലാണിത്. അപ്പോൾ ഇവിടെ അറ്റ് ദ ബിഹെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. അറ്റ് ദ ബിഹെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടി, ഇന്നയാൾക്ക് വേണ്ടി, പാകിസ്ഥാന് വേണ്ടി. ഓക്കെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരം. അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മലയാളം നിർദ്ദേശപ്രകാരം എന്നാണ്. നിർദ്ദേശപ്രകാരം. ദിസ് ട്രാജിക് ഇൻസിഡൻറ്റ്, ഈ ഒരു ദുരന്ത സംഭവം, ഹാസ് സ്ട്രെങ്തൻഡ്, ശക്തിപ്പെടുത്തി, ആർ റിസോൾവ്, നമ്മുടെ റിസോൾവ് മീൻസ് ഇവിടെ നിശ്ചയദാർഢ്യം, ആർ റിസോൾവ്, നമ്മളുടെ നിശ്ചയദാർഢ്യത്തെ, അറ്റ് ദ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്, ജമ്മു ആൻഡ് കാശ്മീരിൽ അവരുടെ നിശ്ചയദാർഢ്യത്തെ, റിസോൾവിനെ ഇത് കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്തു, ശക്തിപ്പെടുത്തി. ടു റീഡബിൾ, എന്തിനു വേണ്ടിയിട്ട്? ഒന്നുകൂടി ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട്. ആർ എഫേർട്സ്, ഞങ്ങളുടെ ശ്രമങ്ങൾ. എന്തിനു വേണ്ടിയുള്ള ശ്രമമാണ്? ഇൻ കോമ്പാറ്റിംഗ് ടെററിസം. കോമ്പാറ്റ് മീൻസ് ചെറുക്കുക. ഓക്കെ, ചെറുക്കുക. അതായത് ടെററിസത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഡബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് എന്താണ്, ഞങ്ങളുടെ നിശ്ചയദാർഢ്യം ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ സംഭവം സഹായിച്ചു എന്നാണ് പറയുന്നത്. DGP ആഡഡ്, DGP കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ വാർത്ത ഇത്രയേ ഉള്ളൂ. വളരെ എന്താ പറയുക, ചെറിയ വാർത്തയാണെങ്കിൽ കുറേ വേർഡ്സിനകത്തുണ്ട്. അപ്പോൾ നമ്മളിതിൽ പഠിച്ച വേർഡ്സുകളൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സക്കം ടു ഇഞ്ചുറീസ്. സക്കം ടു ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്, മരണത്തിന് കീഴടങ്ങുക. ഓക്കെ, സക്കം ടു ഇഞ്ചുറീസ് മീൻസ് മരണത്തിന് കീഴടങ്ങുക. ഡൈ ഫ്രം ഇഞ്ചുറീസ്, അതായത് പരിക്കേറ്റ് മരണത്തിന് കീഴടങ്ങുക, പരിക്ക് പറ്റിയതിന് ശേഷം മരണത്തിന് കീഴടങ്ങുക. കറേജിയസ് എന്ന് പറഞ്ഞാൽ ബ്രേവ്, ധീരനായിട്ടുള്ള. അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ അജ്ഞാതനായിട്ടുള്ള. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ സിറ്റി സെൻറ്റർ, അതായത് നഗരമധ്യം. ഫെയ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ. എയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനമാർഗം കൊണ്ടുപോവുക. പിന്നെ നമുക്ക് സർവൈവ്ഡ് ബൈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മരിച്ച വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. കണ്ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശോചിക്കുക എന്നാണ്. പ്രൊഫൗണ്ട് സോറോ എന്ന് പറഞ്ഞാൽ അഗാധമായ ദുഃഖമെന്നാണ്. എക്സ്റ്റെൻറ്റ് കണ്ടോളൻസസ് എന്ന് പറഞ്ഞാൽ അനുശോചനം രേഖപ്പെടുത്തുക എന്നാണ്. ഹാർട്ട് ഫെൽട്ട്, ഹൃദയംഗമമായ, ഹൃദയത്തിൽ തട്ടിയുള്ള. ഓക്കെ, പിന്നെ വാലിയൻലി എന്ന് പറഞ്ഞാൽ ധീരമായി. അമഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. ലൂമിങ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന. ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഭീതി, ഭീഷണി. ഓക്കെ, വേറൊരു വേർഡാണ് മെനസ്. എന്താണ്? ത്രെട്ട്, മെനസ്. ഇതെപ്പോഴും പത്രത്തിൽ ചോദിക്കുന്നതാണ്. മെനസ്, ദാറ്റ് മീൻസ് ത്രെട്ട്. ഓക്കെ, ടെററിസം എന്ന് പറഞ്ഞാൽ എന്താ? ഭീകരവാദം. കൊവാർഡ്ലി, ഭീരുത്വപരമായിട്ടുള്ള. ലെഷർ എന്നാൽ ഒഴിവു സമയം. സ്റ്റാർക്ക് റിമൈൻഡർ, വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ. വിഷ്യസ് മൈൻഡ് സെറ്റ്, ദുഷിച്ച മാനസികാവസ്ഥ. പെർപ്പച്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടരുക, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തുടരുക. അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ്, അറ്റ് ദ കൊമാൻഡ് ഓഫ്
സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുക, റീഡബിൾ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക, ഇരട്ടിയാക്കുക, കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ചെറുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.